ഓപ്പറേഷൻ തൂഫാൻ വിപുലീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ഏജൻസികളുമായി സഹകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. കസ്റ്റംസ്, കോസ്റ്റ് ഗാർഡ്, റവന്യൂ ഇന്റലിജൻസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നിവരുമായി കൈകോർക്കാനാണ് തീരുമാനം. സംസ്ഥാന പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നിരവധി അറസ്റ്റുകളും ലഹരി വേട്ടയും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യാന്തര തലത്തിൽ നിന്നുമാണ്. ഇതോടുകൂടി ആണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയ ഏജൻസികളെ കൂടി, അന്വേഷണ ഏജൻസികളെ കൂടി ഓപ്പറേഷൻ തൂഫാനിലേക്ക് സഹകരിപ്പിക്കുക എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ പോലീസ് ആസ്ഥാനത്ത് 11 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല യോഗം വിളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ കൂടി ഈ ലഹരി വേട്ടയുടെ ഭാഗമാക്കാനുള്ള നീക്കമാണ്. അതുകൊണ്ട് തന്നെ അവരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റംസ്, റവന്യൂ ഇന്റലിജൻസ്, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, അതിനൊപ്പം തന്നെ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗമാണ്. അതിനൊപ്പം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ദേശീയാടിസ്ഥാനത്തിലുള്ള ലഹരി വിരുദ്ധ വിഭാഗമാണ്. അതിനൊപ്പം സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം, സ്റ്റേറ്റ് ഇന്റലിജൻസ് വിഭാഗം, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലീകരണമാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ വിഭാഗങ്ങളുടെ എല്ലാം പ്രതിനിധികളെ നാളെ പോലീസ് ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 11 മണിക്ക് രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് നേതൃത്വം നൽകും. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ വിപുലമായി തുടരുന്നതിന്റെ ഒരു വിജയകരമായ രീതി എന്നുള്ളതിന്റെ നിലയ്ക്കാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളെ കൂടി ഇതിന്റെ ഭാഗമാക്കാൻ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്.